ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ എന്നോട് ക്ഷമിക്ക്. ആ സമയത്ത് എന്റെ നിയന്ത്രണം വിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ആ ബാഗ് ഇങ്ങ് തന്നെ. അനുപേട്ട, എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വലുത് എന്റെ ഭാര്യ. അത് കഴിഞ്ഞുള്ളൂ മറ്റെന്തും. ഇവളെന്ത് തീരുമാനം എടുക്കുന്നോ അതിനൊപ്പം ഞാൻ. ഇവളുടെ അഭിമാനത്തെക്കാളും വലുതല്ല എനിക്ക് മറ്റെന്തും. നിങ്ങളെല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കണം. ഇവിടെ നിൽക്കാൻ ഇനി ഞങ്ങൾക്ക് പറ്റില്ല. സ്നേഹേ, വാ നമുക്കിറങ്ങാം. ഞാൻ സമ്മതിക്കത്തില്ല. ഒരാളെ ഈ വീട് വിട്ടു പോയാൽ ഞാൻ സമ്മതിക്കത്തില്ല. സേതുവേട്ടൻ നിങ്ങളെ എല്ലാരും എന്നെ ഏൽപ്പിച്ചിട്ടാ പോയത്. ആ സേതുവേട്ടന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയാ, നിങ്ങൾ ഇവിടെ ഇറങ്ങി പോകരുത്. അമ്മ ക്ഷമിക്കണം, ഞങ്ങളെ തടയരുത്. അമ്മൂമ്മ പറയുന്നത് കേക്ക് ആന്റി. ഇവിടെ എങ്ങോട്ടും പോവല്ലേ? ആന്റി ഞങ്ങളും പോയാ നമുക്കത് വലിയ വിഷമാവും. കേട്ടില്ലേ? ആന്റിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാ. പക്ഷെ ഇപ്പൊ പോവാതിരിക്കാൻ പറ്റില്ല. എവിടെ പോയാലും നിങ്ങൾ രണ്ടാളും ആന്റിയുടെ മനസ്സിലുണ്ടാവും. മക്കളെ, കണ്ടോ അവരിറങ്ങി പോകുന്നത്? ചെന്നവരോട് മാപ്പറേ. മീരെ, ചെന്നവരെ തിരിച്ചു വിളിക്കടി. ചെല്ല്. സേതുവേട്ടന്റെ ആണ്ടാ വരാൻ പോകുന്നത്. അതിനു മുമ്പ് അവരെ ഇങ്ങനെ പെരുവിളിയിലേക്ക് ഇറക്കി വിടണോ മീരെ? ചെല്ലു മോളെ, അവരോട് പോകരുതെന്ന് പറഞ്ഞീ. ഞാൻ ആരെയും തിരിച്ചു വിളിക്കില്ല. ഞാൻ ആരോട് ഇറങ്ങി പോവാനും പറഞ്ഞിട്ടില്ല. ബന്ധങ്ങളെക്കാൾ വലുതാണോടി പണം. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിരുന്നപ്പോ ഈ കുടുംബത്തിന്റെ തണല് പറ്റി ജീവിച്ചവരാ നമ്മള്. അന്ന് നമുക്കും എല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം സേതുവെങ്കളുടെ സഹായം കൊണ്ട് ഉണ്ടായതാ. ഓരോ കാര്യത്തിന് എത്ര തവണ അവര് നമ്മളെ സഹായിച്ചിട്ടുണ്ടേ. ഒരു ചതി പറ്റി ജീവിതവും സ്വത്തും എല്ലാം കൈവിട്ടുപോയി എന്ന് കരുതി ഇവരാരും ഇതുപോലെ ആക്ഷേപിക്കപ്പെടേണ്ടവരല്ല. നിനക്ക് ഇത്രയ്ക്ക് വിവരം ഇല്ലാതായി പോയല്ലോ. എന്താണ് എടാ, നീ അവളെ പോയി സമാധാനിപ്പിക്കും. അവളുടെ കാര്യത്തിൽ ഇവിടം വരെ പോകുന്ന എനിക്കറിയാം. അതൊക്കെ ഞാൻ പരിഹരിച്ചോളാം. മക്കളെ, മോളെ, ദേഷ്യം വന്നാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന സ്വഭാവം അവളുടെ അറിയാലോ. ദേ, നിങ്ങൾ ഇനി ഇവിടെ ഇറങ്ങിപ്പോയ അതിന്റെ പേരിലായിരിക്കും ഇനി വഴക്കും ബഹളം ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ അതിന് കാരണമാവരുത്. മക്കളെ, ഏത് കുടുംബത്തിലാ വഴക്കും പ്രശ്നങ്ങളും ഇല്ലാത്തത്? പണത്തിന് ബുദ്ധിമുട്ട് വരുമ്പോ എല്ലാ കുടുംബത്തിലും കാണും ഇങ്ങനെ ചെറിയ പൊട്ടലും ചിറ്റലും ഒക്കെ. അമ്മയാ പറയുന്നത്, നിങ്ങൾ പോവരുത്. സേതുവെങ്കില് ഒരു വലിയ ചുമതല നമ്മളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്.
ആ ലക്ഷ്യം പൂർത്തിയാവുന്നവരെ നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ വേണം. അത് അവളുടെ വിവരക്കേടിന് ഞാൻ മാപ്പി വയ്ക്കാം. അയ്യോ ഇനി അവളുടെ വായിൽ നിന്ന് ഇതുപോലൊരു വാക്ക് വീഴില്ല. സ്നേഹേ, വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അയ്യോ അനുപേട്ട, അങ്ങനൊന്നും പറയരുത്. എന്റെ അച്ഛന് തുല്യമായിട്ട് തന്നെ ഞാൻ അനുപേട്ടനെ കാണുന്നത്. പക്ഷേ മീരേട്ടത്തി ഒരടി എനിക്ക് അത്യാവശ്യമായിരുന്നു, അത് കിട്ടി. സ്നേഹേ, എന്നെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ എന്നോട് ക്ഷമിക്ക്. ആ സമയത്ത് എന്റെ നിയന്ത്രണം വിട്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ആ ബാഗ് ഇങ്ങ് തന്നെ. തരാനല്ലേ പറഞ്ഞത്? കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഇവള്. ആ മക്കളെ, ഏതില്ലായ്മയിലും പട്ടിണിയിലും നമ്മളെല്ലാരും ഒരുമിച്ച് തന്നെ നിൽക്കും. നീ നോക്ക്, ഈ അമ്മ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരാൾ ഇവിടുന്ന് പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. വാ ആന്റി, ഇനി ഞങ്ങൾ ആന്റി എങ്ങോട്ടും വിടില്ല. കേട്ടോ, വാ ഇങ്ങോട്ട്, വാ. വാ മോളെ, വാ. മോനെ വാ. വാ. ഈ കുടുംബം തമ്മിലടിച്ച് ചിന്ന ഭിന്നമായിട്ട് പോകാൻ തുടങ്ങല്ല മോളെ. ഇത് വല്ലതും നീ അറിയുന്നുണ്ടോ? എന്റെ പൊന്നുമോളെ, നീ ഇതെവിടെയാ?